റാഷിദെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ ചിത്തരഞ്ജനോട് പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ അദ്ദേഹം മിസ്കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. കെ.സി. വേണുഗോപാൽ പറഞ്ഞത് കേരളത്തിൽ ഭരിക്കുന്നത് ബി.ജെ.പി. സർക്കാർ ആണെന്ന് അല്ല, ബി.ജെ.പി. സർക്കാർ അല്ല എന്ന് അദാനി തിരിച്ചറിയണമെന്നാണ്. കോൺഗ്രസിന്റെ ദേശീയ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള നയപരിപാടികൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസുകാർ നയിക്കുന്ന യു.ഡി.എഫിന്റെ സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അദാനിയുടെ തോന്നിവാസം നടക്കില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോണം. അതിനാണ് നിങ്ങളുടെ 10-35 പേര് നിയമസഭയിൽ ഇരിക്കുന്നത്. അവിടെ അന്നേരം ചോദിക്കാനും പറയാനും ഒന്നും അറിയാതെ താഴോട്ട് നോക്കി ഇരുന്നിട്ട് നിങ്ങൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞതിനെ മിസ്കോട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയണം. അടുത്ത, താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രി തുറമുഖ വകുപ്പിന്റെ കൂടി മന്ത്രിയാണ്, ചുമതല വഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഇത് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അദ്ദേഹം പറയുന്നുണ്ട് MSC കമ്പനിയുമായിട്ട് നടക്കുന്ന ചർച്ചയൊക്കെ സംസാരമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഈ VM വാസവനും അറിയാമോ? ഇത് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം MSC കമ്പനി അദാനിയും തമ്മിൽ കച്ചവടം ഉറപ്പിച്ചു എന്നാണോ നിങ്ങൾ ആക്ഷേപം? എങ്കിൽ തെളിവ് പറയണം, നിങ്ങൾ തെളിവ് പറയണം. അപ്പൊ ഇതൊരു മുൻകാലമായിട്ട് സംസാരിച്ച് ധാരണയിൽ എത്തിയ കാര്യമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം VN വാസവനും വരും. അപ്പോൾ ഇത് കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ അറിവോട് കൂടിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഊഹാപോഹങ്ങൾ പറഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് ലോകത്തിലെ സകല വിവരങ്ങളും കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായി പറഞ്ഞു നിൽക്കാൻ കഴിവുള്ളത് കൊണ്ട് ആളുകളെ മുഴുവൻ പറഞ്ഞു പറ്റിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയാനായിട്ട് അതിൽ ദേശാഭിമാനിയെ കുറ്റം പറയാൻ പറ്റില്ല എന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം വിഴിഞ്ഞം ഇവരുടെ തലയിലെ തൂവലാണെന്നാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം എന്ന് കേട്ടപ്പോ അത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ്, വിദേശ നിക്ഷേപം എന്ന് അച്ചുതരത്തിയത് പാവപ്പെട്ടവര്, ആ ദേശാഭിമാനിക്കാരി ലേഖകൻ അതറിഞ്ഞില്ല, പാവപ്പെട്ടവൻ. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, 10 കൊല്ലം കേരളം ഭരിച്ച പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടിട്ട് നിയമസഭയിൽ പറഞ്ഞതെന്താ? കുഴപ്പമില്ല, ആശങ്കകൾ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ദേശാഭിമാനിയെ തിരുത്താനായിട്ട് ഇവർക്ക് 1.5 ദിവസം എടുത്തു. അപ്പൊ ദേശാഭിമാനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി VD സതീശൻ സഭയിൽ അല്ലെങ്കിൽ പുറത്തും ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് അത് വഴിതിരിച്ചുവിടാൻ മിടുക്കുള്ള ആളാണെന്ന്. നിങ്ങൾക്കും മിടുക്കുള്ള ആളുകളില്ലേ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് ഒരുപാട് മിടുക്കുള്ള ആളെന്നല്ലേ പറഞ്ഞേ. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയെ തുടങ്ങിയ പരിപാടിയാണെന്നല്ലേ പറഞ്ഞേ. നിങ്ങളും പറഞ്ഞ് പഠിച്ച് ചെയ്യണമെന്നേ. പതിറ്റാണ്ടുകളുടെ നിയമസഭാ പാരമ്പര്യമുള്ള ആളുകളില്ലേ? എഴുത്തും വായന അറിയാത്തവരൊന്നും അല്ലല്ലോ. അത് നിങ്ങളും സഭാ ചട്ടങ്ങളും വിവരങ്ങളും ഒക്കെ കൃത്യമായി പഠിച്ച് മറുപടി പറയണം. VD സതീശനെ പറഞ്ഞു തോൽപ്പിക്കണം. അല്ലാതെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കൊതിക്കറവ് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ മുതൽ പുതിയൊരു നരേറ്റീവ് വരും. എന്താ? വിദേശ നിക്ഷേപം വരുമ്പോൾ ഓടിച്ച് കളയുന്ന LDF എന്നുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നു. അത്തരം നരേറ്റീവ് വരും എന്നാണ് ചിത്തരഞ്ജൻ പറയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ഒരു നേതാവും ഇതുവരെ പറയാത്ത സ്തോഭജനകമായിട്ടുള്ള വിവരങ്ങളാണ് ചിത്തരഞ്ജൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ വിദേശ നിക്ഷേപം ഓടിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കില്ല. നിങ്ങളെക്കുറിച്ച് കേരളത്തിലെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആക്ഷേപം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിഴിഞ്ഞം പോർട്ട് കഴിഞ്ഞ 10-40 ദിവസം മുമ്പ് വരെ നിങ്ങളുടെ തലയിലെ തൂവലാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പൊൻതൂവലാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ കുടുംബസമേതം പോയിരുന്ന ബിസ്ക്കറ്റും ചായയും കുടിച്ചത് പിണറായി വിജയന്റെ കുടുംബമാണ്. ഇന്നിപ്പോ വിഴിഞ്ഞം മോശപ്പെട്ട കാര്യം, അവിടെ വരുന്ന നിക്ഷേപം മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം ഇതേ മനോരമ ചർച്ചയിൽ നിഷ പുരുഷോത്തമൻ ആങ്കർ ചെയ്ത ചർച്ചയിൽ ഞാനും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ തമ്മിലുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞത് അദാനി ഫ്രോഡാണെന്നാ. പണ്ട് ഇവര് പാർട്ണറാണെന്ന് പറഞ്ഞ അദാനിയെ ഫ്രാഡ് അദാനി എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പൊ അദാനിയെ ഇവർ തള്ളി പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ പോയപ്പോൾ, പിണറായി വിജയൻ സർക്കാർ പോയപ്പോൾ തന്നെ ഇവർ തള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി തൂവൽ ഇവർക്ക് തലയിൽ ചൂടാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും കാലം കുടുംബസമേതം ആഘോഷിച്ച അദാനി പോർട്ട് ഈ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത് മുതൽ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം VD സതീശനാണെന്നാണ് ഇവർ പറയുന്നത്. VD സതീശൻ യാത്ര നടത്തി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ യാത്ര പോയ വിമാനത്തിന്റെ പണം കൊടുക്കാതിരുന്നുണ്ടോ? ആരാ കൊടുത്തതെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? അതൊക്കെ അന്വേഷിച്ചോ? കാര്യം നടന്നു കഴിയുമ്പോൾ പണം കൊടുക്കാതെ പോകുന്ന ആക്ഷേപമൊന്നും VD സതീശനെ കുറിച്ചിട്ട് പറയുന്നില്ലല്ലോ ആരും. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം നിങ്ങൾ പറയണം.
തെളിവ് സഹിതം നിങ്ങൾ പറയണം. ആരൊക്കെയുടെ കൂടെ ഒറ്റയ്ക്ക് സ്വകാര്യമായിട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും വാട്ടബോട്ടറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അദാനിക്ക് മനസ്സിലായി എന്നാണ് ഇവർ പറയുന്നത്. ഏത് കേരളത്തിൽ UDF സർക്കാർ വരും, മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരും, അദ്ദേഹം തുറമുഖ വകുപ്പ് എടുക്കും, അദ്ദേഹം നിയമ വകുപ്പ് എടുക്കും, അദ്ദേഹം ധനകാര്യ വകുപ്പ് എടുക്കും. ഇതൊക്കെ അദാനിക്ക് മനസ്സിലായി. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല. ഇവർ അന്നും പറഞ്ഞത് പിണറായി 3.0 എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു, ഫ്ലെക്സ് പഠിച്ചിട്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം അദാനിക്ക് മനസ്സിലായെങ്കിൽ അദാനി ഇവരെക്കാൾ മെച്ചപ്പെട്ട അറിവുള്ള ആളാണെന്ന് നമ്മൾ സമ്മതിക്കണ്ടേ? ഇവർ പറയുന്നതെല്ലാം ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. ഞാനിവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന് ഒരു ഇടവും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗവേഷകനായിട്ടുള്ള AJ വിജയൻ, അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത്തരം നിരീക്ഷണങ്ങളെയാണ് ഈ ചർച്ചയിൽ നമ്മൾ സാങ്കേതികമായിട്ടും കുറെ കൂടി വൈജ്ഞാനികപരമായിട്ട് സമീപിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ട് ഇടപെടലിന് എത്രത്തോളം ഇടപെടലിനുള്ള സാധ്യതകൾ നിലവിലുണ്ട്? സംസ്ഥാന സർക്കാരിന്റെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ നേരിട്ട് ഇടപെടുന്നു? അവിടെ ഒരു സ്കാനിംഗ് സിസ്റ്റം ഉണ്ടോ? അവിടെ വരുന്ന ഷിപ്മെന്റുകളുള്ള പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അവിടെ വരുന്ന അതുപോലെ തന്നെ ഇതിന്റെ ഷെയർ കൈമാറ്റം ചെയ്യുന്നത് ഓവർ വാല്യൂ കാണിച്ചിട്ടാണോ? അത് ഷെയർ മാർക്കറ്റിലൂടെ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമമാണോ? അതുപോലെ തന്നെ ഇവിടെ MSC കമ്പനിയുടെ ഷിപ്മെന്റുകൾ മാത്രമാണ് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവിടെ കുത്തകവൽക്കരണം നടന്നിട്ടുണ്ടോ? ഇനി അതിനാണോ ശ്രമിക്കുന്നത് എന്നുള്ള അവിടെയാണ് VD സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇടപെടുമെന്ന്. ഞാൻ പറയുന്നത്, ഇതിൽ അഴിമതി ആരോപണം, ഗൂഢാലോചന സിദ്ധാന്തം, വിമാനയാത്ര, അത് ഇത് എന്നൊക്കെ പറയാതെ അദാനി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വികസന പ്രോജക്റ്റ് ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന, പിണറായി വിജയൻ സർക്കാർ പൊന്തൂവൽ എന്ന് പറഞ്ഞ ഈ കേരളത്തിന്റെ ഒരു വലിയ വികസന സ്വപ്നത്തെ മറപറ്റിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഷെയർ മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപ, ശതകോടികൾ കൊള്ളയടിക്കാനുള്ള ഒരു ആസൂത്രണം നടത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന് ഇടവരുത്താതെ നമ്മൾ കൃത്യമായിട്ട് ജാഗ്രതയോടെ വേണം ഈ വിഷയത്തെ കാണാൻ. അല്ലാതെ VD സതീശൻ 40 ദിവസം കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, ആ ജാഗ്രത ഈ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കുണ്ട്, ആ ജാഗ്രത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലൊരു പരിപാടി അദാനി ഗ്രൂപ്പ് ഒപ്പിക്കുമ്പോൾ വളരെ കണിശമായി, ഞങ്ങൾ ഇത് അറിഞ്ഞില്ലേ എന്ന് മാത്രം പറയാതെ വളരെ കണിശമായി ഇത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്, നിലവിലുള്ള വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്ന് വെടിപ്പായി പറയാൻ VD സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒരു സോഫ്റ്റ് കോർണർ അവിടെ പ്രകടമല്ലേ ശ്രീ ജിൻഡോ ജോൺ? റാഷിദെ, ഇതില് ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നവർക്ക് സോഫ്റ്റ് കോർണർ പ്രകടമാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നടത്തിയ വിമാനയാത്രയെ കുറിച്ചാണ് പറയുന്നത്. അന്നും കാവൽ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന, പോലീസിൽ ജോലി ചെയ്യുന്ന, സ്പെഷ്യൽ ബ്രാഞ്ചിലും ഇന്റലിജൻസിലും വർക്ക് ചെയ്യുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും CPM-ന് ലവി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ്, CPM-ഉമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന സംഘടനാ പ്രവർത്തകരാണ്. ഇപ്പൊ VD സതീശൻ വെറും ഒരു MLA ആയിരിക്കും, MLA പോലുമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ചിട്ട് ഇവർക്ക് വിവരമില്ലേ? ഇവരത് കണ്ടിട്ട് അറിയാതിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇത് വെറുതെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം പറയുന്ന ആരോപണങ്ങൾ എന്ന് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇനി അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് നിയമസഭയിൽ 5 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറത്ത് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ സാധിച്ചിട്ടില്ല. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ വന്ന് വീണ്ടും ആശങ്കയുണ്ട്, സംശയമുണ്ടെന്ന് പറയുന്നു. എന്താണ് സംശയം? മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ, തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VD സതീശൻ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടുണ്ടോ? പ്രതിപക്ഷമേ, നിങ്ങൾ വളരെ വസ്തുതാപരമായ ഒരു കാര്യത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കൂ. പ്രതിപക്ഷമേ, ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി സൗകര്യപ്രദമായിട്ട് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അത് LDF സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് VD സതീശൻ സർക്കാരിന്റെ കാലത്തും ചെയ്യുന്നത്. അതിനപ്പുറത്തൊരു ഗൂഢാലോചന പറയുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. അക്കാര്യത്തിൽ അത് സർക്കാരിന്റെ നയപരമായ അവകാശവും വിവേചനാധികാരവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനുള്ളത്, ഈ പദ്ധതി, വിഴിഞ്ഞം പദ്ധതിയുടെ ഇതിന്റെ തറക്കല്ലിടാൻ, ഇതിന്റെ അനുമതി പത്രം മേടിക്കാൻ, ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അംഗീകാരം മേടിക്കാൻ, കോടതി വ്യവഹാരങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതിനൊക്കെ ഓടി നടന്ന ഒരു മനുഷ്യനുണ്ട്, ഉമ്മൻചാണ്ടി. ആ വിഴിഞ്ഞം പദ്ധതിയുടെ ട്രയൽ റൺ നടക്കുന്ന സമയത്ത്, അതിന്റെ ആദ്യഘട്ട പൂർത്തീകരണ സമയത്ത് നടന്ന യോഗത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യന്റെ പേര് ഉച്ചരിക്കാത്ത മനുഷ്യർക്ക് ആ വേദിയിൽ അത്തരം സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ഒരു ആശങ്കയും സംശയമാണ്. അതിനപ്പുറത്തുള്ള തീരുമാനങ്ങൾ ഗൂഢാലോചന പറയുന്ന ആളുകൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു കാര്യം പറയാം,
ഇവിടെ ചിത്തരഞ്ജൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കരാർ ഒപ്പിട്ടു, പിന്നെ അവർക്ക് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ കേസിന് പോകാതെ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചത് അത് സർക്കാർ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, പദ്ധതിക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇവർ കേസിന് പോകാതിരുന്നത് വലിയ ദയമൊന്നല്ല. 2015 ഡിസംബർ 5-ാം തീയതി ഗൗതം അദാനി നേരിട്ട് AKG സെന്ററിലെത്തി. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ നേരിട്ട് കണ്ടു. അതിനുശേഷമാണ് ഇവരുടെ എതിർപ്പ് മറികടന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അദാനി നേരിട്ട് സന്ദർശിച്ച ഒരേ ഒരു പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്, AKG സെന്ററാണ്. അതിനുശേഷമാണ് ഇവരുടെ എതിർപ്പൊക്കെ മാറിയത്. 10 വർഷക്കാലം അദാനി പോർട്ട് ഇവർക്ക് വേണ്ടപ്പെട്ടതും അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് മോശപ്പെട്ട സാധനവും ഇപ്പൊ VD സതീശൻ സർക്കാർ വന്നപ്പോൾ അത് അതിനേക്കാൾ മോശപ്പെട്ട സാധനം. ഇങ്ങനെ മാറ്റി പറയാനായിട്ട് ഇവർക്കും ദേശാഭിമാനിക്ക് മാത്രമേ ബാധകമാകുന്ന ഒരു പോയിന്റ് വിജയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഏത് സർക്കാർ ഭരിച്ചാലും അനുമതി കൊടുത്തേ പറ്റൂ ഈ വിദേശ നിക്ഷേപത്തിന് എന്നുള്ളതാണ് വ്യവസ്ഥ. അല്ല, ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ നിയമപരമായിട്ടും കരാർ വ്യവസ്ഥകളും അനുസരിച്ചിട്ട് പ്രയർ അപ്രൂവൽ വാങ്ങിയിട്ട് ഓഹരി വിൽക്കണം, അത്തരം ഡിസ്കഷൻസ് നടക്കണം. അത് നടക്കാത്തതിന്റെ മര്യാദകേടിനെ കുറിച്ചിട്ടാണ് അസംതൃപ്തി സർക്കാർ അറിയിച്ചത്. ഇവിടെ ചിത്തരഞ്ജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അദാനിയുടെ ഓഹരിയാണ് വിറ്റതെന്ന്. അദാനിയുടെ ഓഹരിക്ക് മൂല്യം നിശ്ചയിച്ചതാരാ? അദാനിയും MSCയും കൂടിയാണ്. അവിടെയാണ് ഞാൻ പോയിന്റ് ഉന്നയിക്കുന്നത്. അദാനിക്ക് അവരുടെ ഓഹരിക്ക് അത്രയും വിലയുണ്ടെന്ന് ചിത്തരഞ്ജൻ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല അത്രയും ഓഹരി വിലയുണ്ടെന്ന്. ചിത്തരഞ്ജൻ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അദാനിയുടെ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സെബിക്ക് കത്തയച്ചു പ്രതിപക്ഷ നേതാവ്. ചിത്തരഞ്ജൻ അങ്ങനെ എന്തും വേണമെങ്കിൽ പറയില്ല, പേര് ചിത്തരഞ്ജൻ എന്നായതുകൊണ്ട് എന്തും പറയുന്നത് ഞാൻ അങ്ങനെ അംഗീകരിച്ചു തരണമെന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സെബിക്ക് കത്തയച്ച പേപ്പറിന്റെയും സ്റ്റാമ്പിന്റെയും കാശ് പോയതല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇതിൽ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചിട്ട് നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള തീരുമാനങ്ങളെ നടക്കുകയുള്ളൂ. ഇവിടെ ഒരു നയപരമായ കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു മര്യാദ, ആ മര്യാദകൾ പാലിക്കാതിരുന്നത് കൊണ്ടാണ്. പിണറായി ഭരിച്ചാലും സതീശൻ ഭരിച്ചാലും കരാർ പ്രകാരം നോക്കുകയാണെങ്കിൽ അതിലെ വ്യവസ്ഥ പ്രകാരം നോക്കുകയാണെങ്കിൽ അപ്രൂവൽ കൊടുത്തേ പറ്റൂ, പക്ഷെ മുൻകൂട്ടി സംസ്ഥാനത്തെ അറിയിക്കണം എന്നേ ഉള്ളൂ. ആ പരിപാടി അദാനി നടപ്പാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ഫോളോ അദാനി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അപ്രൂവൽ കൊടുത്തേ പറ്റൂ വിദേശ നിക്ഷേപം സ്വീകരിക്കുക എന്നതാണ് സ്ഥിതി.